നമസ്കാരം. കഴിഞ്ഞ എന്റെ കീമിന്റെ പറ്റിയുള്ള ബേസിക് കാര്യങ്ങളെ പറ്റി ഞാൻ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങൾ ഒരു വീഡിയോ ചെയ്തിരുന്നു. അത് കണ്ടവർക്ക് വേണ്ടിയാണ് ഇതിന്റെ ബാക്കി ഒരു എക്സ്റ്റൻഷൻ പോലെ ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പൊ നമുക്കറിയാം കീമിന്റെ എക്സാം ആയിട്ടുള്ള ഇപ്പോഴത്തെ അവസ്ഥകൾ എന്താണെന്ന് നമുക്കറിയാം. അതായത് കേരളത്തിലെ സ്റ്റുഡൻസ് എല്ലാം കൂടെ അവർ സുപ്രീം കോടതിയെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റു ബോർഡുകൾ അതിനകത്ത് ഒരു കവിയറ്റ് ഫയൽ ചെയ്തിട്ടുണ്ട്. അത് അതിന്റെ വഴിക്ക് നടന്നോട്ടെ. എല്ലാവരും നമുക്ക് ചെയ്യാവുന്നതെല്ലാം നമ്മളൊക്കെ ചെയ്യണമല്ലോ സ്വാഭാവികമായിട്ടും. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ വിഷയം അതല്ല. ആദ്യമേ അതങ്ങ് പറയാതെ, ഈ വീഡിയോയുടെ പ്രധാന വിഷയം എന്ന് പറയുന്നത് നമുക്കൊന്ന് ലേശം പുറകിലേക്ക് പോകാം. അതായത് ഈ അപ്പോഴത്തെ നമ്മുടെ തർക്കം ഈ നോർമലൈസേഷൻ ആണല്ലോ. ഈ നോർമലൈസേഷന്റെ കഥ നമുക്ക് ലേശം പുറകിൽ നിന്ന് കേൾക്കാം. അത് പറയുന്നതിന് മുമ്പ് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഒരു പഴയ കഥ കോട്ട് ചെയ്യാതിരിക്കുന്നത് ചിലപ്പോൾ അതിന് ന്യായമാകത്തില്ല. അതായത് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട് ഈ മൂഷിക സ്ത്രീ പിന്നെ മൂഷിക സ്ത്രീ ആകുന്നത്. ഇവിടെ അത് ആപ്ലിക്കബിൾ ആണ്, അതുകൊണ്ട് അത് ഓർപ്പിക്കാൻ കാര്യം. ഈ 2011 കാലഘട്ടങ്ങളിൽ 2400 കോടിയോളം സ്പ്രെഡ് ചെയ്ത് കടന്ന അത്രയും റവന്യൂ ഇൻവോൾവ് ചെയ്യുന്ന ഒരു ബിസിനസ് ആയിരുന്നു ഈ നമ്മുടെ എൻട്രൻസ് കോച്ചിങ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എൻട്രൻസിന്റെ കോച്ചിങ് പല ഏജൻസികൾ നടത്തുന്നത് ഉണ്ടായിരുന്നു നമ്മുടെ ഇതിൽ. ആ ഇൻഡസ്ട്രി വളരെ ശക്തമായി ഈ ട്രെയിനിങ്ങിനെ ഗ്രിപ്പ് മുറുക്കുകയും 2400 കോടിയുടെ കച്ചവടം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. അതായത് അത് ഇൻവോൾവ് ചെയ്യുന്നത് ഈ പേരൻസിലാണ്. അത്ര ഭയങ്കരമായ ഫിനാൻഷ്യൽ ബർഡൻ. അതായത് ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഈ എൻട്രൻസ് കോച്ചിങ്ങുകളാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. ആ അവസ്ഥയിലാണ് ഇതിന്റെ മറ്റ് സാധ്യതകളെ പറ്റി ചിന്തിക്കുന്നത്. കാരണം ഡിഫറെന്റ് സ്പ്രെഡ് ഓഫ് എക്സാംസും പല ബോർഡുകളും ഒക്കെ വന്നപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട കുട്ടികൾക്കുണ്ടാവുന്ന സ്ട്രെസ്, എക്സാമിനേഷനിലെ ഇമ്പാക്ട്സ്, നോർമലൈസേഷൻ, മാർക്ക് സ്റ്റാൻഡർഡൈസേഷൻ, ഇത്തരം കാര്യങ്ങളെല്ലാം പഠിക്കാൻ വേണ്ടിയിട്ടാണ് ജോഷി കമ്മിറ്റിയെ അപ്പോയിന്റ് ചെയ്തത്. ജോഷി കമ്മിറ്റി വളരെ ഭംഗിയായിട്ട് അവരവരുടേതായ രീതിയിൽ ആ ജോലികൾ ചെയ്തു, റിപ്പോർട്ട് സമർപ്പിച്ചു. ആ റിപ്പോർട്ടിനകത്ത് ഞാൻ കഴിഞ്ഞ എന്റെ വീഡിയോയിൽ അത് പോയിന്റ് ഔട്ട് ചെയ്ത് കാണിച്ചിരുന്നു. അവർ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു ഈ ഗ്ലോബൽ മീൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ മെത്തേഡ് പല പ്രാവശ്യം പല രീതിയിൽ ട്രൈ ചെയ്യുമ്പോൾ പല റിസൾട്ട്സ് ആണ് തരുന്നത്, ഡിഫറെന്റ് ഡിസ്ട്രിബ്യൂഷൻസ് ആണ് തരുന്നത്. അതുകൊണ്ട് അത് ഒരു നല്ല വഴിയായിട്ട് കാണാൻ പറ്റില്ല എന്ന് അതിനകത്ത് ചൂണ്ടിക്കാണിച്ചിരുന്നു. ഞാനത് കഴിഞ്ഞ വീഡിയോയ്ക്കകത്തതിന്റെ ഇത് നിങ്ങൾക്ക് കാണിച്ചിരുന്നു. അപ്പൊ ഈ ജോഷി കമ്മിറ്റി റിപ്പോർട്ട് സ്വീകരിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സിന്റെ കയ്യിൽ നിന്ന് ഒരു റിപ്പോർട്ട് കളക്ട് ചെയ്തിരുന്നു. അതായത് അവരാണല്ലോ സ്വാഭാവികമായിട്ടും ഈ കമ്പാരിസണും ഇത് എങ്ങനെ കമ്പയർ ചെയ്യാമെന്നും കമ്പയർ ചെയ്യുന്നതിന്റെ വാലിഡിറ്റിയും ഒക്കെ ആധികാരികമായി പറയാൻ കഴിയാവുന്ന ഒരു ഏജൻസി എന്ന് പറഞ്ഞ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ്. അവരിതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. ആ റിപ്പോർട്ട് ഞാൻ ഒന്ന് ഷെയർ ചെയ്യാം. അതായത് നിങ്ങൾ ഈ സ്ക്രീൻ കാണുന്നുണ്ടാവും. ഇത് ആണ് ആ റിപ്പോർട്ട് നടന്നത്. ISA റിപ്പോർട്ട് ആഗസ്റ്റ് 11-ാം തീയതി. ആ റിപ്പോർട്ടിന്റെ ആദ്യം പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞിട്ട് നമുക്ക് ഇങ്ങോട്ട് വരാം. അതായത് പഴയ വർഷത്തെ ഡിഫറെന്റ് ബോർഡ്സിന്റെ ഡേറ്റ വെച്ച് നടത്തിയ ഒരു സ്റ്റഡിയാണ്. ഇതിനകത്ത് പല എലമെന്റ്സ് കൺസിഡർ ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു സ്റ്റഡി നടത്തുമ്പോൾ എപ്പോഴായിട്ട് നമുക്ക് കുറെ കാര്യങ്ങൾ അസ്യൂം ചെയ്യണം. അതിന്റെ ബേസിസിൽ മാത്രമേ ഈ സ്റ്റഡി നടത്താൻ പറ്റത്തുള്ളൂ. ഇതിനകത്ത് അസംഷൻ 1, the function G1 is a monotopic. In other words, the scores of the students are expected to increase from less meritorious to more meritorious students in any particular subject. First assumption അതാണ്. അതായത്
മെറിറ്റ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത് കാലാകാലങ്ങളിൽ ഉയർന്നു വരുന്നതായിട്ട് അസ്യൂം ചെയ്തിരിക്കുന്നു. രണ്ടാമത്തേന്ന് പറയുന്നത് ഫോർ ജോയിന്റ് ഡിസ്ട്രിബ്യൂഷൻ ദ സ്റ്റുഡൻസ് ഈസ് ദ സെയിം ഇറസ്പെക്റ്റീവ് ഓഫ് ദ ബോർഡ് where they appear for exam. This assumption is crucial if the scores of the students from different boards have to be comparable. ആ ഒരു ലൈനാണ് നമുക്ക് വേണ്ടത്. അതായത് ഈ പർട്ടിക്കുലർ പല ബോർഡുകളുടെ ഡേറ്റ കമ്പയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ രണ്ട് അസംഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. അത് സാറ്റിസ്ഫൈ ആയില്ലെന്നുണ്ടെങ്കിൽ ഇത് കമ്പയറബിൾ അല്ല. അതിനുശേഷം ഇവർ ഓരോ അസംഷൻസും വിശാലമായിട്ട് അനലൈസ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഈ ഡേറ്റ എല്ലാം ഓൺലൈനിൽ അവൈലബിൾ ആണ്, ഡൗൺലോഡ് ചെയ്ത് ചെക്ക് ചെയ്യാവുന്നതാണ്. റിസൾട്ട്, അതിന്റെ റിസൾട്ട് ഭാഗത്തേക്ക് വരാം. ഈ അനാലിസിസ് എല്ലാം ഡിഫറെന്റ് സ്പ്രെഡ്സ് ഒക്കെ അനലൈസ് ചെയ്ത് താഴെ അതിന്റെ ഫൈനൽ സ്റ്റേജിൽ എത്തുന്നുണ്ട്. ഇതിനകത്ത് രണ്ട് കാര്യങ്ങൾ അവർ പോയിന്റ് ഔട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാനൊന്ന് തപ്പിയെടുത്തുണ്ട്. ഒന്ന് അവിടെ അത് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. സിൻസ് ദ സബ്ജക്ട് സ്കോർസ് ഡു നോട്ട് അപ്പിയർ ടു ബി കമ്പയറബിൾ, ദ ക്വസ്റ്റ്യൻ ഓഫ് കമ്പയറിംഗ് ദം ഫോർ കമ്പയറബിലിറ്റി ഓഫ് അഗ്രിഗേറ്റ് സ്കോർസ് അക്രോസ് ദ ബോർഡ് ഡസ് നോട്ട് അറൈസ്. എനിക്ക് മനസ്സിലായത് തന്നെയാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ഞാൻ വിചാരിക്കട്ടെ. അതായത് ഈ മാർക്കുകൾ കമ്പയർ ചെയ്യുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലി അത് സാധ്യമല്ല. അതായത് അതിനുള്ള സാധ്യത തന്നെ ഉത്ഭവിക്കുന്നില്ല എന്നും മറ്റൊരു കമ്പാരിസൺ പോയിന്റ് ഔട്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ട് ഇവിടെ. This is an indication that the scores from various boards do not satisfy our assumptions 1 and 2 and hence are not comparable. ഈ സ്കോർസ് കമ്പയർ ചെയ്യാൻ പറ്റില്ല എന്ന് തന്നെയാണ്. അതായത് പല ബോർഡുകളുടെ സ്കോറുകൾ കമ്പയർ ചെയ്യുന്നതിന് പ്രാക്ടിക്കലി ഡിഫിക്കൽട്ടി ഉണ്ട് എന്നാണ് അവിടെ പോയിന്റ് ചെയ്ത് പറഞ്ഞിരിക്കുന്നത്. അതിനുള്ള കാരണങ്ങൾ എന്താണെന്ന് അവർ വളരെ വിശദമായിട്ട് അതിനെ മെൻഷൻ ചെയ്ത് പറയുന്നുണ്ട്. നമുക്കത് എടുത്ത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അപ്പം അത് ആദ്യത്തെ വിഷയം. ഇതിനുശേഷം ഒരു ഫൈനൽ റിപ്പോർട്ട്, ഇതെല്ലാം കഴിഞ്ഞ് കമ്മിറ്റി റിപ്പോർട്ട് വരേണ്ടത്. അതായത് ഈ കമ്മിറ്റികളെല്ലാം കൂടെ ഒരു റിപ്പോർട്ട് വെക്കുകയും അതിനകത്ത് വന്ന റെക്കമെൻഡേഷൻസ് ആണ് ദ ഫോളോയിങ് ആർ ദ റെക്കമെൻഡേഷൻസ് ഓഫ് ദ കമ്മിറ്റി അറൈവിംഗ് ഓൺ ദ റാങ്ക് സിസ്റ്റം. The all India marks must be given purely on the basis of JEE main performance after applying all tiebreaker rules. ഇതിന്റെ നെറ്റ് റിസൾട്ടിൽ പറയുന്നത് ഈ ബോർഡ് സ്കൂൾസ്, ഈ ബോർഡിന്റെ മാർക്സ്, ഒരു നിമിഷം, ഈ ബോർഡുകളുടെ മാർക്കുകൾ കമ്പയറബിൾ അല്ല എന്ന് സ്റ്റാറ്റിക് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് പറയുകയുണ്ടായി. അപ്പൊ നമുക്കറിയാം ഈ വിഷയം കമ്പയർ ചെയ്ത് ആധികാരികമായി പറയാൻ പറ്റുന്ന ഒരു ബോഡിയാണ് ഇന്ത്യൻ സ്റ്റാറ്റിക് ഇൻസ്റ്റിറ്റ്യൂട്ട്സ്. അവർ ആദ്യം തന്നെ പറഞ്ഞു ഈ മാർക്കുകൾ കമ്പയറബിൾ അല്ല. എന്നിരുന്നിട്ടും ജോഷി കമ്മിറ്റി റിപ്പോർട്ടിനകത്ത് ചെറിയ മോഡിഫിക്കേഷൻസ് വരുത്തി ഒരു നോർമലൈസേഷൻ പാറ്റേൺ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് ഉണ്ടായത്. സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും, നമ്മൾ ഇന്ന് കാണുന്നത് പോലെ ഈ വിഷയം ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഹൈക്കോർട്ടുകളിലും ഒരുപാട് കേസസ് ഉണ്ടാവുകയും അത് സുപ്രീം കോടതിയിൽ എത്തുകയും ചെയ്തു. ഒരുപാട് കേസുകൾ ഒരുമിച്ച് കിടന്നത് പ്രോമിനന്റ് ആയിട്ട് നമുക്ക് പോയിന്റ് ഔട്ട് ചെയ്യാവുന്ന ഒരു കേസ് പ്രിയ മൗര്യ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു കേസ് ഉണ്ട്. അതാണ് അതിനകത്തൊരു ലീഡ് കേസായിട്ട് കൺസിഡർ ചെയ്യാവുന്നത്. ആ കേസ് കൺസിഡർ ചെയ്തിട്ട് കോടതി ഈ അഡ്മിഷൻ, അതായത് അഡ്മിഷൻ പ്രൊസീജിയർ സ്റ്റേ ചെയ്യുന്നത് വിസമ്മതിക്കുകയും ഇതിനകത്ത് എന്തെങ്കിലും കോൺസ്റ്റിറ്റ്യൂഷണൽ വയലേഷൻ ഉണ്ടോ എന്നുള്ള കാര്യം വിശദമായിട്ട് കേൾക്കാൻ വേണ്ടി കേസ് മാറ്റിവെക്കുകയാണ് ചെയ്തത്. ആ അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് അങ്ങനെ നമ്മൾ പിന്തുടർന്ന് വരികയും നമ്മളിപ്പം ഈ പറയുന്ന, അതായത് നമ്മളുടെ ഇപ്പം പല സ്റ്റേറ്റുകളും അവലംബിക്കുന്ന പല നോർമലൈസേഷൻ പാറ്റേണുകളും അന്ന് ഒരു 6ഓളം കമ്മിറ്റികൾ വന്നതിൽ നിന്ന് അവർ സജസ്റ്റ് ചെയ്ത പല സജഷൻസിന്റെ അവർക്ക് തോന്നുന്ന രീതിയിലുള്ള ഒരു കോമ്പിനേഷൻസുമാണ് നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്നത്. അപ്പം അതിന്റെ വാലിഡിറ്റി, അതായത് അതിന്റെ റിസൾട്ട്സ് എന്തായിരിക്കും എന്ന് ഇന്ത്യൻ സ്റ്റാറ്റിക് ഇൻസ്റ്റിറ്റ്യൂട്ട് ആദ്യം തന്നെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. ഇതിനൊരു വ്യക്തമായ റിസൾട്ടിൽ എത്താൻ പറ്റത്തില്ല. പിന്നെ
എന്തിനാണ് ഈ എക്സസൈസ് എന്ന് പറയുന്നത്? അതായത് ഇവൻച്വലി ആ റെക്കമെൻഡേഷൻസ് വന്നത് എന്താണ്? ബോർഡ് മാർക്സ് കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല എന്നും ബോർഡുകളുടെ മാർക്ക് ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആയിട്ട് കീപ്പ് ചെയ്യുകയും ചെയ്യുക എന്നുള്ള റെക്കമെൻഡേഷൻ ആണ് വന്നത്. അത് പിന്നീട് ഇവര് ജെഇയുടെ എക്സാംസിന് ആ പാറ്റേണിലേക്ക് അവർ 2017 എത്തുകയും ചെയ്തു. നമ്മൾ ഈ ആദ്യം പറഞ്ഞ വിഷയങ്ങളുടെ കാര്യം, ആ കേസ് കൺസിഡറേഷനായി അതിനകത്ത് ഇന്റർവ്യൂ വന്നില്ല, പിന്നെ ആ കേസ് ആ വഴിക്ക് അത് അങ്ങനെ അങ്ങ് ഇതായിട്ട് പോവുകയാണ്. അപ്പം ആ വ്യവസ്ഥിതിയാണ് നമ്മൾ വീണ്ടും ഫോളോ ചെയ്ത് വരുന്നത്. അതായത് നമ്മൾ ഈ ബോർഡ് മാർക്സ് ഇൻക്ലൂഡ് ചെയ്യുന്ന വ്യവസ്ഥ തുടങ്ങിയത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? എൻട്രൻസിന്റെ മാർക്ക് മാത്രം കൺസിഡർ ചെയ്യാത്ത ഒരു സാഹചര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ സ്റ്റഡി തുടങ്ങിയത്. ഇവൻച്വലി ആ സ്റ്റഡി വന്നതെന്നാണ് നമ്മൾ വീണ്ടും എൻട്രൻസ് എക്സാംസിന്റെ മാർക്ക് മാത്രം കൺസിഡർ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക്, ചിന്തിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വീണ്ടും എത്തി നിൽക്കുകയാണ്. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അതായത് ഇതൊരു സർക്കിൾ പോലെ ആക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ആർക്കാലും അതിനകത്ത് വലിയ ഇതിനകത്ത് അതായത് ഹാരി പോട്ടർ സീരീസ് വായിച്ചിട്ടുള്ളവരുണ്ടാവും തോന്നുന്നില്ല. എനിക്ക് കുട്ടികളുടെ മനസ്സാണ് പൊതുവെ എല്ലാവരും പറയുന്നത്, അതുകൊണ്ടായിരിക്കും ഞാനത് വായിച്ചതിനകത്ത് ഞാൻ ഒരിക്കലും മറക്കാത്തത്. ആ ഒരു ഇൻസ്റ്റൻസിൽ ഒരു ചോദ്യമുണ്ട്. അതായത് ഈ നമ്മൾ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, കോഴിയാണോ മുട്ടയാണോ ആദ്യം ഉണ്ടായത്? അപ്പം അതുപോലെ ഒരു ചോദ്യം അതിനകത്തുണ്ട്, ഫിനിക്സ് ആണോ ഫയർ ആണോ ആദ്യം ഉണ്ടായത്? അപ്പൊ അതിന് ഒരു ലോജിക്കൽ റീസണിങ് എന്ന് പറയുന്നത്, ഒരു സർക്കിളിന് ബിഗിനിങ് ഇല്ല എന്ന്. അത് ശരിയാണെന്ന് ഞാൻ വാദിക്കുന്നില്ല. പക്ഷെ അതിന്റെ ഒരു ലോജിക്കൽ ആപ്ലിക്കേഷൻ, ഈ പ്രോസസ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക, നമ്മളൊരു എന്ത് പറയുന്നത് വിംസിക്കൽ എക്സസൈസ് ആണ്. വ്യക്തമായ ഒരു ധാരണ ഇല്ലാതെയാണ് നമ്മൾ ഈ മാർക്സ് കമ്പയർ ചെയ്യാൻ വേണ്ടി മുമ്പോട്ട് പോകുന്നത്. കാരണം ഒരു ലോജിക്കലി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അതായത് ഒരു മാർക്സിനെ നമ്മൾ നോർമലൈസ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട പാരാമീറ്റേഴ്സ് പ്യുവർ മാർക്സ് മാത്രമാണ്. 2 എക്സാമുകളാണ്. ഒന്ന് എൻട്രൻസ് ആണ്, അത് ബേസിക്കലി MCQ ആണ്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്, വളരെ ഡീപ്പായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അത് ആൻസർ ചെയ്യാനുള്ള സ്കിൽ സെറ്റും നോളജും. ബോർഡ് എക്സാം എന്ന് പറയുന്നത് അങ്ങനല്ല, വളരെ വിശാലമായ റൈറ്റിംഗ് ആണ്, വളരെ വൈഡ്. ഇത് ഒരു പർട്ടിക്കുലർ സ്പെസിഫിക് ഡൊമൈനിൽ നിന്നുകൊണ്ട് അതിനെ ഡീപ്പിൽ പഠിക്കുന്ന ഒരു പാറ്റേണും എക്സാംസ് ഡിസ്ക്രിപ്റ്റീവ് എക്സാംസും ആണ്. രണ്ടിനും ഉള്ള സ്കിൽ സെറ്റ് 2 തരമാണ്. ഇത് രണ്ടിനെയും കൂടെ നമ്മൾ ജോയിൻ ചെയ്ത്, ഇത് ഞാൻ പറഞ്ഞതല്ല, ഞാൻ മുമ്പ് പറഞ്ഞ ഇന്ത്യൻ സ്റ്റാറ്റിക് ഇൻസ്റ്റിറ്റ്യൂട്ട്സിന്റെ റിപ്പോർട്ട് നിങ്ങൾക്ക് ഓൺലൈനിൽ കിട്ടും. എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് ഭംഗിയായിട്ട് മനസ്സിലാവും ഈ പറയുന്നത് അവരങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ബോർഡുകൾ കമ്പയർ ചെയ്യുമ്പോൾ ഉള്ള ഒരു വലിയ പരാധീനത എന്ന് പറയുന്നത്, ഓരോ ബോർഡിലും കിട്ടുന്ന കുട്ടികൾക്ക് കിട്ടുന്ന കുട്ടികളുടെ നേച്ചർ, അവരുടെ ഒറിജിൻ, അവർക്ക് കിട്ടുന്ന ഫെസിലിറ്റീസ്, അവരുടെ സ്കൂളുകളിലെ ലൈബ്രറി ഫെസിലിറ്റി, ആ സ്കൂളുകളുടെ ടീച്ചിങ് മെത്തഡോളജി, ഈ പാരാമീറ്റേഴ്സ്, ഇതിനെല്ലാത്തിനും ഒരു സ്കെയില് വെച്ച ശേഷം അതിന്റെ കൂട്ടത്തിൽ വേണം അത് ആ കുട്ടികൾ ഏൺ ചെയ്യുന്ന മാർക്കും കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനൊരു യുണീക്നെസ് ഇല്ലാത്തിടത്തോളം ഇതിന്റെ റിസൾട്ടുകൾ ഒരിക്കലും കമ്പയറബിൾ അല്ല. ആ റിസൾട്ട് കമ്പയർ ചെയ്യുമ്പോൾ, അതായത് ഫൈനൽ നോർമലൈസേഷൻ പ്രൊസീജിയറിൽ നിന്ന് ഇന്ത്യൻ സ്റ്റാറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് വിട്ടു നിൽക്കുകയായിരുന്നു. കാരണം അന്നത്തെ ചില താല്പര്യങ്ങൾക്ക് വേണ്ടി, വളരെ സ്പെസിഫിക്കലി പോയിന്റ് ഔട്ട് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ, CBSE ബോർഡിന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി ആ നോർമലൈസേഷൻ ഒരു പ്രത്യേക പാറ്റേണിലേക്ക് എത്തിക്കുകയായിരുന്നു എന്നാണ് അന്നത്തെ പേപ്പറുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഒക്കെ ഇപ്പോഴും ഓൺലൈനിൽ അതിന്റെ കൺസേൺ ന്യൂസസ് നമുക്ക് വായിക്കാൻ കിട്ടും. അന്നത്തെ ന്യൂസ് മീഡിയാസ് പറഞ്ഞിരിക്കുന്നത് ഇതെല്ലാം ഈ പർപ്പസിന് വേണ്ടി ചെയ്തതുകൊണ്ട്, ഒരു പോളിസി ആസ്പെക്ട് ആയിട്ട് നോർമലൈസേഷൻ ചെയ്യുകയും അതിനൊരു ശാസ്ത്രീയ മാനദണ്ഡമില്ലെന്നും പറഞ്ഞാണ് സ്റ്റാറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് അതിൽ നിന്ന് വിട്ടുനിന്നത്. ജോഷി കമ്മിറ്റി റിപ്പോർട്ടിനെ സപ്പോർട്ട് ചെയ്ത സ്റ്റാറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആ മോഡിഫിക്കേഷൻ വരുത്തിയപ്പോൾ, ആ മോഡിഫിക്കേഷന് ഒരു യാതൊരു പ്രയോജനമില്ലാത്ത എക്സസൈസ് ആണെന്ന്, ഡിഫറെന്റ് ഡാറ്റ, അതായത് പല വർഷത്തെ പല ബോർഡിന്റെ ഡേറ്റ കമ്പൈൻഡ് ആയിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ, ഇപ്പം നമ്മളൊരു പർട്ടിക്കുലർ സെറ്റ് ഓഫ് ഡേറ്റ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു സീരീസിന് ഒരേ റിസൾട്ട്സ്, ഒരേ പാറ്റേൺ ഉണ്ടാവണം. അങ്ങനെയല്ല ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാവുന്നതെന്ന് അവർ കണ്ടെത്തി. അവർ ആ ഫൈനൽ നോർമലൈസേഷൻ പ്രൊസീജിയറിൽ നിന്ന് വിട്ടു നിൽക്കുകയും ചെയ്തു. അപ്പം ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ നോർമലൈസേഷൻ യഥാർത്ഥത്തിൽ എന്ത് ഗുണം എന്നതും അതൊരു എക്സസൈസ് ആക്കി കുട്ടികളെ ടോർച്ചർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന ചോദ്യവും, പ്യുവർലി എൻട്രൻസിന്റെ മാർക്സ് മാത്രം ഇതിന് കൺസിഡർ ചെയ്താൽ പോരെ എന്നതും ഒരു ചോദ്യമാണ്. അപ്പം ഇതിനകത്ത് ശരിയായ ഒരു കാഴ്ചപ്പാട് എന്താണെന്ന്
വ്യക്തമായ അതോറിറ്റീസും ഗവൺമെന്റും ഒക്കെ ചിന്തിച്ച് ചെയ്താൽ നല്ലത്. ഇല്ലെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഏതൊക്കെ രൂപഭാവം എടുത്താലും മൂഷികസ്ത്രീ ഈ മൂഷികസ്ത്രീ എന്നുള്ള അവസ്ഥയിൽ തന്നെ എത്തി നിൽക്കുമെന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമസ്കാരം.